രാവിലെ സ്നാക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ബീറ്റ്റൂട്ട് കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ബീറ്റ്റൂട്ട് കഴിക്കാത്തവരും ഇത് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ബീറ്റ്റൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുഴിവുള്ള ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുക. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം. 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും എരിവിന് വേണ്ട കുറച്ച് കൂടുതൽ പച്ചമുളകും പൊടിയായി കൊത്തി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും ചേർക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സവാളയും ഒന്ന് നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യമുള്ള വെജിറ്റബിൾസാണ്. കൂടുതൽ വേവുള്ള വെജിറ്റബിൾ ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബീൻസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ബീൻസിന് കുറച്ച് കൂടുതൽ വേവുള്ളത് കൊണ്ട് ബീൻസ് ആദ്യം ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കാം. ബീൻസ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ക്യാബേജും ചേർത്തിട്ടുണ്ട്. ക്യാബേജ് ഒന്ന് നല്ലതുപോലെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൂടുതൽ വേവിച്ച് കളയാതെ എടുക്കണം. ബീറ്റ്റൂട്ട് കൂടുതൽ വെന്ത് പോയാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലകളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. എരിവിനനുസരിച്ചാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേവിച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പൊടിച്ച് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നല്ലതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വട്ടത്തിലാണ് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലും ഷേപ്പ് ചെയ്യാം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദയുടെ ബാറ്ററും എടുത്തിട്ടുണ്ട് മുക്കി ഇടാൻ വേണ്ടിയിട്ട്. മുട്ട വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഓരോന്നും എടുത്ത് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. ഞാൻ ആദ്യം 5 എണ്ണമാണ് ഫ്രൈ ചെയ്യണത്. അതുകൊണ്ട് 5 എണ്ണമാണ് ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് മുക്കി പൊരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഷാലോ ഫ്രൈ ആകുമ്പോഴേക്കും എണ്ണ എത്താത്ത ഭാഗത്തു നിന്ന് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മുട്ടയുടെ ബാറ്ററിലാണ് മുക്കണമെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. ഇത് നമ്മൾ മൈദയുടെ ബാറ്റർ ആയതുകൊണ്ട് എണ്ണ എത്താത്ത ഭാഗമില്ല, നടുക്കുന്നുള്ളത് പൊട്ടിപ്പോയിട്ട് ഇതിൽ വെജിറ്റബിളൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. കഴിയുന്നതും മുക്കി പൊരിച്ചെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത എണ്ണ കൂടുതൽ ബാക്കി വരാതിരിക്കാനാണ് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണിത്. ഫുൾ വെജിറ്റബിൾ ആയതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്